ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ആ പാത്രത്തിന്റെ അറ്റത്ത് എന്തൊക്കെയോ ഇച്ചിരി പൊടി ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അത് അങ്ങനെ കാണുന്ന സമയത്ത് സാധാരണ കിച്ചൺ ടീം തന്നെയാണ് കഴുകി യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ആ ഒരു പൊടിയുടെ പേര് പറഞ്ഞ് ഈ ക്യാപ്റ്റൻ ടീം വെറുതെ ഡ്രാമ കളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് ഒന്ന് കഴുകി യൂസ് ചെയ്താൽ മതി, പക്ഷെ അവരത് കഴുകി യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഇന്നലെ ആ ഒരു വഴക്കിൽ ഇവരെ തറ പറ്റിച്ചതാണ് ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി. ഈ മൂന്നെണ്ണത്തിനെയും തറ പറ്റിച്ചതാണ്. ലിറ്ററലി അവരെ നാറ്റിച്ച് ഓടിച്ചു വിട്ടതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ലെവല് അപമാനിക്കലായിരുന്നു ഇന്നലെ. അപ്പൊ അതിന്റെ ഒരു ഈഗോ കിടപ്പുണ്ട്. ആ ഈഗോയും കൂടെ ചേർത്ത് ആണ് ഇന്ന് ഇപ്പൊ ഈ രാവിലെ ഈ ഒരു ഫൈറ്റ് ഇവരുണ്ടാക്കുന്നത്. അപ്പൊ അക്ബറും നെവിനും ആര്യനും കൂടി ഭയങ്കര ഓവറാണ് കേട്ടോ. ഈ നെവിൻ വളരെയധികം ഓവറായിട്ട് വരുന്നു. ഉദ്ഘാടന റാണി, പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തൊക്കെയോ വിളിക്കുകയാണ് ഈ അനുമോളെ. വെറുതെ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ അങ്ങ് പ്രൊവോക്ഡ് ആയിട്ട് അതും ഇതൊക്കെ വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നെവിൻ. ഇത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഈ സിറ്റുവേഷനുമായിട്ട് എന്തെങ്കിലും ഒരു അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല പറയേണ്ടത്. ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇവര് ഫുഡ് ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ കലക്കിയ ആ ഒരു അതേ പാത്രത്തിന്റെ അകത്ത് കലക്കും, അങ്ങനെ ആ രീതിയിലൊക്കെ ഇവര് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കഴുകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അനുമോളും ഷാനവാസും ഒക്കെ. അനീഷും പറയുന്നുണ്ട് നിങ്ങൾ കഴുകേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളപ്പോൾ കിച്ചൺ ടീം തന്നെയാണ് അത് കഴുകി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ രാവിലെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നാണ് അനീഷ് പറയുന്നത് കേട്ടോ. പോയി പാത്രം കഴുകി വെക്ക്, എന്നാ മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ ഒറ്റ ഒരെണ്ണത്തിന് ഫുഡ് തരില്ല, ഇന്നലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ട് വേണേ ചൂടാക്കി കഴിക്ക്, ഇങ്ങനെയൊക്കെ പറയാൻ ഇവരാരാണ്? തുക്ലക് ഭരണോ വല്ലോ ആണോ ഇത്? അല്ല, ഇത് കഴിഞ്ഞ സീസണിലെ പവർ ഹൗസ് ഇതിലും കൊള്ളാമായിരുന്നു കേട്ടോ. ഇവര് ഭയങ്കര ഒരുമാതിരി വൃത്തികെട്ട കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. തെമ്മാടിത്തരം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്നെണ്ണവും കൂടി ഒരു കൈയും കണക്കുമില്ല, വെറുതെ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അത് ജസ്റ്റ് ഒന്ന് കഴുകി യൂസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈഗോയാണ്, ഈഗോ, പിടിവാശി, ഇതൊക്കെയാണ്. ഇന്നലത്തെ ആ ഒരു വഴക്ക് ഭയങ്കര ദയനീയമായി പരാജയപ്പെട്ടതിന്റെ ആ ഒരു ഡിബേറ്റ് ദയനീയമായി പരാജയപ്പെട്ടതിന്റെ ഒരു ഫ്രസ്ട്രേഷനാണ് അക്ബറിനും നെവിനും ഒക്കെ. അതിനകത്ത് നെവിൻ ഇടപെടാൻ പറ്റിയില്ല. അതിന് അക്ബർ വിമർശിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇടപെടാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നൂറെ പേടിച്ചിട്ടാണെന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ വേറെ തന്നെ കേസാണ്. മൈക്രോസ്കോപ്പ് വെച്ചിട്ടെന്ന് പറയുകയാണെങ്കിൽ അത്രയും ചെറിയ എന്തെങ്കിലും സാധനമായിരിക്കും. അത് വെച്ചിട്ടാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അത് വേണേ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാണെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ഈഗോയാണ്. ഇന്നലത്തെ ആ ഒരു വഴക്ക് ദയനീയമായി പരാജയപ്പെട്ടതിന്റെ ഒരു ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ കിടപ്പുണ്ട്. ആ ഒരു ഫ്രസ്ട്രേഷനും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇങ്ങനെ ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നെവിന് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ ആണ് കേട്ടോ. ഉദ്ഘാടന റാണി, അത് ഇത്, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ, എന്ത് കാര്യത്തിനാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? അപ്പോ അനുമോള് സ്വാഭാവികമായിട്ടും ട്രിഗേർഡ് ആയിട്ട് പ്രൊവോക്ഡ് ആയിട്ട് പറയുന്നുണ്ട്, നീ കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അനുമോളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടിയാണ് നെവിൻ ഇതൊക്കെ പറയുന്നത് എന്നുള്ള ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറകെ നടന്ന് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വായിൽ നിന്ന് വീണ് കിട്ടും, അത് വെച്ച് ഗെയിം കളിക്കാം. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് വെറുതെ ഡ്രാമയാണ്. ഈ മൂന്ന് പേരും രാവിലെ വെറുതെ ഡ്രാമ കളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ ക്യാപ്റ്റന്മാര്. ഒരു ക്യാപ്റ്റൻ ആണെന്നുള്ള ഒരു ഇത് പോലും കാണിക്കുന്നില്ല. ഒരു അധികാരത്തിനെ പോലും മിസ്യൂസ് ചെയ്യുന്ന ലെവല്, അബ്യൂസ് ചെയ്യുന്ന ലെവലാണ് ഇവരുടെ പെർഫോമൻസ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പോയിട്ട് ഒന്നുമില്ല, ഒരു തേങ്ങയും കാണിക്കുന്നില്ല അവിടെ. വെറുതെ കച്ചറ അലമ്പം ഉണ്ടാക്കുകയാണ് ഈ ക്യാപ്റ്റന്മാരെന്ന് പറയുന്ന ഈ മൂന്നെണ്ണവും. അവരാണ് തുടക്കം ഇടുന്നത് കച്ചറയ്ക്കും അലമ്പിനും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും